ഉസ്ബെക്കിസ്ഥാനിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ ചൂസ് ചെയ്യുന്ന വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ബുഖാറ യൂണിവേഴ്സിറ്റി. സോ ഈ ബുഖാറ യൂണിവേഴ്സിറ്റി നിങ്ങൾ ചൂസ് ചെയ്യാനും നിങ്ങൾ ചൂസ് ചെയ്യാതിരിക്കാനുള്ള 5 വീതം കാരണങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് പരിശോധിച്ച് നോക്കാം. ഒന്നാമത്തെ കാരണം അഫോർഡബിൾ ഫീസാണ് ബുഖാറയിൽ വരുന്നത്. ഉസ്ബെക്കിസ്ഥാനിലെ പൊതുവെ എല്ലാ യൂണിവേഴ്സിറ്റികളും അഫോർഡബിൾ ഫീസാണ്. നമുക്കൊരു 3.5 ലക്ഷം രൂപയൊക്കെയാണ് വാർഷിക ഫീസ് വരിക. എങ്കിൽ കൂടി ടോട്ടൽ ബഡ്ജറ്റ് നമുക്ക് 35 ലാക്ക് അബോവ് വരുമെങ്കിലും നമുക്ക് ബജറ്റ് ഫ്രണ്ട്ലി ആണ്. മറ്റു രാജ്യങ്ങളെയും മറ്റു യൂണിവേഴ്സിറ്റികളെയും അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഇത് വളരെയധികം ബജറ്റ് ഫ്രണ്ട്ലി ആണ്. രണ്ടാമത്തത് ഇപ്പോൾ ലാസ്റ്റ് വന്ന FMGന്റെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ കുട്ടികൾ ഉസ്ബെക്കിസ്ഥാനിലെ FMG പാസ് ആയിട്ടുള്ളത് ബുഖാറ യൂണിവേഴ്സിറ്റിയിലാണ്. ഏകദേശം 50% കുട്ടികളും FMG ക്ലിയർ ചെയ്തു എന്നുള്ളത് ഈ യൂണിവേഴ്സിറ്റിന്റെ അക്കാഡമിക് മെറിറ്റ് ആയിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഹിസ്റ്റോറിക് ആൻഡ് പീസ്ഫുൾ സിറ്റിയാണ് ബുഖാറ എന്ന് പറയുന്നത്. സിൽക്ക് റൂട്ടുമായൊക്കെ ബന്ധപ്പെട്ട് ചരിത്ര പ്രാധാന്യങ്ങളുള്ള ഒരു സിറ്റിയാണ്. മാത്രമല്ല ഇത് വളരെ അധികം ബ്യൂട്ടിഫുൾ ആണ്. യുനെസ്കോന്റെ പൈതൃക പട്ടികയിലൊക്കെ ഇടം പിടിച്ച സ്ഥലങ്ങൾ വരെയുള്ള ബുഖാറ എന്ന് പറയുന്നത് ചരിത്ര പ്രാധാന്യമുള്ള നമുക്ക് കണ്ടിരിക്കാൻ കൊതി തോന്നുന്ന ഒരുപാട് സ്ഥലങ്ങളുള്ള ഒരു പ്ലേസ് ആണ് ബുഖാറ എന്നുള്ളത്. സോ ഇത് നമുക്ക് ഒരു സീനറി ഒക്കെ നോക്കുന്ന കുട്ടികൾക്ക് ഇതും ഒരു അഡ്വാൻറ്റേജ് ആയിരിക്കും. പ്രത്യേകിച്ച് കൾച്ചർ, അതുമായി ബന്ധപ്പെട്ട ആർക്കിടെക്ചർ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന കുട്ടികൾക്ക് ഈ പ്ലേസ് വളരെ നന്നായിരിക്കും. നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അഡ്മിഷൻ പ്രോസസ് അത്ര കോംപ്ലക്സ് അല്ല. നമുക്ക് ഉസ്ബെക്കിസ്ഥാനിലെ മറ്റ് യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ഇന്റർവ്യൂ അതുപോലെ അഡ്മിഷന് വളരെ ക്രൈറ്റീരിയ കാര്യങ്ങളൊന്നും വരുന്നില്ല. ഈ വരുന്ന വർഷം യൂണിവേഴ്സിറ്റി സീറ്റ് കുറക്കും എന്നുള്ള ഒരു ധാരണയുണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സീറ്റ് എടുത്ത് വെക്കണം, നിങ്ങൾ അഡ്മിഷൻ ബുക്ക് ചെയ്ത് വെക്കണം. പക്ഷേ മറ്റ് യൂണിവേഴ്സിറ്റികളെ അപേക്ഷിച്ച് നമുക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇന്റർവ്യൂ കാര്യങ്ങളൊന്നും വരുന്നില്ല. നിങ്ങൾക്ക് നല്ലൊരു ഏജൻസി വഴിയുള്ള പ്രോപ്പർ ചാനലിലൂടെ നിങ്ങൾ മൂവ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് സുഖകരമായിട്ട് അഡ്മിഷൻ കിട്ടും. അഞ്ചാമത്തെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഹോസ്പിറ്റൽസും ക്യാമ്പസും ഒക്കെ വളരെ അടുത്തടുത്താണ് വരുന്നത്. ഉസ്ബെക്കിസ്ഥാനിലെ മറ്റു യൂണിവേഴ്സിറ്റികളുടെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് ബുഖാറയിലെ ഹോസ്പിറ്റൽസ് ആയിക്കൊള്ളട്ടെ, മറ്റു സൗകര്യങ്ങളായിക്കൊള്ളട്ടെ എല്ലാം വളരെ അടുത്ത് വരുന്നത് കൊണ്ട് കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഒന്നുകൂടി സേഫും സെക്യൂർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ബുഖാറ എന്ന് പറയുന്നത്. ഇനി എന്തുകൊണ്ട് നിങ്ങൾ ഈ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നതല്ലേ? ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ യൂണിവേഴ്സിറ്റി ക്യാപിറ്റൽ സിറ്റിയിലല്ല. ഇത് ബുഖാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾ ക്യാപിറ്റൽ സിറ്റിയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ആപ്റ്റ് അല്ല. കാര്യം നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങുന്നത് താഷ്കെൻഡിൽ നിന്നാണ്. അവിടുന്ന് 5-6 മണിക്കൂർ നേരത്തെ യാത്രാ ദൂരമുണ്ട്. പക്ഷെ അതിന് ട്രെയിന്, ബസ്, ക്യാബ് ഇങ്ങനെയുള്ള എല്ലാവിധ സംവിധാനങ്ങളുണ്ട്. പക്ഷേ ക്യാപിറ്റൽ സിറ്റിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഈ യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് ബെറ്റർ ആയിരിക്കില്ല. പക്ഷേ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു വ്യക്തിപരമായ അനുഭവത്തിൽ ബുഖാറ ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ പോകുന്ന സമയത്ത് എന്തായാലും റഷ്യൻ ലാംഗ്വേജ്, ഉസ്ബെക്ക് ലാംഗ്വേജ് പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് ക്ലിനിക്കൽസ് ആവുന്ന സമയത്ത് നിങ്ങൾക്ക് വരുന്ന പേഷ്യൻസ് ഒക്കെ അവിടുത്തെ ലോക്കൽ ആളുകളായിരിക്കും. സോ ഈ ലാംഗ്വേജ് നിങ്ങൾ പഠിക്കണം. സോ അതൊരു ബുദ്ധിമുട്ടല്ല. ഏത് രാജ്യത്ത് പോകുകയാണെങ്കിലും നമ്മൾ അവിടുത്തെ ലാംഗ്വേജ് പഠിക്കണം. സോ അതൊരു ചലഞ്ചായിട്ട് എടുത്തിട്ട് റഷ്യൻ ലാംഗ്വേജ് ഒക്കെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ അതുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നാലാമത്തത് വിന്റർ പ്രോബ്ലം. തണുപ്പുള്ള സമയത്ത് അവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടാവും. സോ നല്ല രീതിയിൽ മഞ്ഞ് പെയ്യും. സോ കുട്ടികൾ നല്ല കോട്ട് കാര്യങ്ങളൊക്കെ, വിന്റർ ജാക്കറ്റ് കാര്യങ്ങളൊക്കെ കരുതിയിട്ട് വേണം പോകാനായിട്ട്. അത് കൂടുതൽ സമയമൊന്നും ഉണ്ടാവില്ല, പക്ഷെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് മഞ്ഞൊക്കെ ഒരു വൈബായിട്ട് ആസ്വദിക്കാം. സോ തണുപ്പ് തീരെ പറ്റാത്ത ഒരു ആളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഓപ്ഷൻ നിങ്ങൾക്ക് നല്ലതല്ല. കുറച്ചൊക്കെ തണുപ്പ് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അതൊക്കെ ഒരു വൈബായി എടുക്കുന്ന കുട്ടികളാണെങ്കിൽ ഈ സ്ഥലം വളരെ ബ്യൂട്ടിഫുൾ ആണ്. അഞ്ചാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ബജറ്റ് മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഏജൻസികളൊക്കെ വളരെയധികം തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് പരസ്യങ്ങൾ കൊടുക്കുന്നത്. നിങ്ങൾക്ക് 18 ലക്ഷത്തിന് MBBS പൂർത്തിയാക്കാം എന്നുള്ള രീതിയിലാണ് പരസ്യങ്ങൾ വരുന്നത്. പക്ഷെ ഒരിക്കലും നമുക്കത് പോസിബിൾ അല്ല. ഒരു 35 ലാക്ക് എബോവ് ബജറ്റ് ഉണ്ടെങ്കിലാണ് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ എല്ലാ ചെലവും ഉൾപ്പെടെ പഠിക്കാൻ വേണ്ടി സാധിക്കുക. സോ അതുകൊണ്ട് നിങ്ങൾ ബജറ്റിന്റെ മിസ്കാൽക്കുലേഷൻ ഒരിക്കലും വരുത്തരുത്. കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് എത്ര ചെലവ് വരും യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഒരുപാട് സ്റ്റുഡൻസ് യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോ അവരുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എജുകോളിങ്ങിനെ കോൺടാക്ട് ചെയ്യാം. മാത്രമല്ല നമ്മൾ ഈ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായി എത്ര ചെലവ് വരും എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ ആ വീഡിയോ കൂടി കണ്ട ശേഷം നിങ്ങൾ തീരുമാനം എടുക്കാം. സ്വാഭാവികമായിട്ടും ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ചെലവ് കുറവ് തന്നെയാണ്. ഫീസിന്റെ വിഷയങ്ങളാണെങ്കിലും മറ്റു വിഷയങ്ങളാണെങ്കിലും ചെലവ് കുറവ് തന്നെയാണ്. പക്ഷേ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനുള്ള പ്രോപ്പർ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യേണ്ടത്. കാര്യം നമ്മൾ കണ്ടുവരുന്നതാണ് ഏജൻസികളുടെ തെറ്റിദ്ധാരണപരമായ പരസ്യങ്ങൾ കണ്ടുവന്നിട്ട് ഫീസ് എടുക്കാൻ കഴിയാത്ത കുട്ടികൾ നമ്മൾ കാണുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പോയിന്റ് കൂടി ഇതിൽ ഉൾപ്പെടുത്തിയത്. സോ ഈ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം.